ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആളാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ സ്വന്തം ജിസേൽ തക്രാൽ. നമുക്കറിയാം, കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു ജിസേൽ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയത്. എവിക്റ്റ് ആയി കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരളത്തിലേക്ക് ജിസേൽ എത്തിയത്. അപ്പൊ എന്തായാലും നമ്മുടെ ജിസേൽ ദീപാവലിയൊക്കെ ആയിട്ട് ഭയങ്കര ലുക്കില് അടിച്ചു പൊളിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ജിസേൽ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജിസേലിന്റെ സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ മലയാളം പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിസേൽ ഞങ്ങളുടെ ആലപ്പുഴക്കാരിയാണ് കേട്ടോ. പക്ഷെ ജിസേൽ വളർന്നതും പഠിച്ചതും ഒക്കെ മുംബൈയിലോ മറ്റോ ആണ്. അതുകൊണ്ട് തന്നെ ജിസേലിന് മലയാളം അത്ര നന്നായിട്ടൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ ഈ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയുടെ കൂട്ടുകാരിയാണ് ജിസേലിന്റെ അമ്മ. അതായത് നമുക്കറിയാം, ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം ഈ ഫാമിലി ടാസ്കിന്റെ ഇടയ്ക്ക് ഈ ജിസേലിന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിസേലിന്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുണ്ട് കേട്ടോ. അതായത് ജിസേൽ പറഞ്ഞിട്ടുണ്ട്, ജിസേൽ ആലപ്പുഴ മാരാരിക്കുളത്താണ് ജിസേലിന്റെ സ്വന്തം വീട്. അപ്പൊ എന്തായാലും അങ്ങനെ ജിസേലിന്റെ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ ജിസേൽ ബിഗ് ബോസിനകത്ത് കാണിച്ച ചില പ്രവർത്തികളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ജിസേല് പക്ക ആണ്. ജിസേലിന്റെ ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ ടാസ്ക് ഒക്കെ ആണെങ്കിലും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാള് തന്നെയാണ്. പിന്നെ പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി കുറച്ച് മോഡേൺ ലുക്കാണ്. അതുകൊണ്ട് തന്നെ തുണി ഉടുക്കുന്നത് ഒരു വലിയ അലർജിയാണ്. കാരണം ആ ഒരു രീതിയിൽ വളർന്നു വന്നത് കൊണ്ടായിരിക്കാം ആ ഒരു രീതിയാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം. പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലുക്കായിരിക്കണം, അതായത് മോഡേൺ ലുക്കാണ്. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിലൊക്കെ ആണെങ്കിലും നമ്മുടെ കേരളത്തില് ജനിച്ച ഒരാളാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് ഒന്നും അല്ല ജിസേലിൻ്റെത്. ജിസേല് ശരിക്കും പറഞ്ഞ ഒരു മോഡൽ താരമാണ്. അതുപോലെ തന്നെ ഫുള്ള് പുട്ടിയായിരിക്കും. ഏത് സമയവും നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ടാണ് ജിസേൽ നടക്കുന്നത്. പിന്നെ ജിസേലിന്റെ ഒക്കെ യഥാർത്ഥ രൂപം നമ്മൾ ബിഗ് ബോസിനകത്ത് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, പിന്നെ ജിസേലും ആര്യനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഒക്കെ അതൊക്കെ കുറച്ച് ബോറായിരുന്നു. അതായത് ജിസേലും ആര്യനും തമ്മിലുള്ള ചില കുൽസിതങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവര് നല്ല കൂട്ടാണ്, അതുപോലെ തന്നെ അവർ ഒരു ബെഡിലാണ് കിടന്നിരുന്നത്. അപ്പൊ ഇവര് ഒരു ബെഡും പോട്ടെ, ഒരു പുതപ്പിനുള്ളിലാണ് ഇവര് കിടന്നിരുന്നത്. അപ്പൊ ഇവരെന്തോ കാണിക്കുന്നത് നമ്മുടെ അനുമോള് കണ്ടു. അത് പിന്നെ ഭയങ്കര വിവാദമായി, ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായി. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ജിസേലിന്റെ പേരിലുണ്ട്. പക്ഷെ ആ ഒരു ഇഷ്യൂലൊക്കെ എനിക്ക് ജിസേലിന് ഇഷ്ടമല്ല. അതുപോലെ തന്നെ അനുമോളുടെ അടുത്ത് ജിസേലിന് എന്തോ ഒരു ഒരു വൈരാഗ്യമുള്ള പോലെയൊക്കെ ജിസേല് പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ജിസേല് അനുമോളുമായിട്ട് അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ജിസേലൊന്നും ഇത്ര വേഗം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകേണ്ട ഒരാളെ അല്ലായിരുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം ഒക്കെ കളിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിസേലൊക്കെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പൊ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഇടയായിട്ട് എവിക്റ്റ് ആയി പോയിട്ടുള്ള മിക്ക മത്സരാർത്ഥികളും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളായിരുന്നു. പക്ഷെ അവരൊക്കെ എവിക്റ്റ് ആയി പോയത് ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ബിഗ് ബോസിനകത്ത് തിളങ്ങി നിൽക്കുന്നത് ആര്യൻ, അനീഷ്, അനുമോള്, ഷാനവാസ്, സാബുമാൻ, അതുപോലെ തന്നെ നമ്മുടെ അക്ബർ, കുറച്ച് ഇത്രയും പേരൊക്കെയാണ് അതിനകത്ത് ഇപ്പൊ തിളങ്ങി നിൽക്കുന്നത്. എന്തായാലും ജിസേൽ ഉണ്ടായിരുന്നെങ്കിൽ, എവിക്റ്റ് ആയി പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ടോപ്പ് 5 വരെ എത്താൻ ഒരു കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ എന്താണെന്ന് അറിയില്ല, എവിക്റ്റ് ആയി പോയത്. എന്തായാലും എവിക്റ്റ് ആയി പോയി, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ജിസേലിന്റെ ആ ഒരു ലുക്ക്, അതായത് ദീപാവലി ആഘോഷത്തിന് വേണ്ടിയിട്ട് ജിസേൽ ഇങ്ങനെ ഭയങ്കര ലുക്കിലൊക്കെ, ഹോട്ട് ലുക്ക്, സെക്സി ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ലുക്കിലൊക്കെ ചെയ്യാവുന്ന മേക്കപ്പ് മൊത്തവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ കമന്റ്, പല വീഡിയോക്കൊക്കെ കമന്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ജിസേൽ ഫുള്ള് പ്ലാസ്റ്റിക് സർജറി ആണെന്നുള്ളത്. കറക്റ്റ് ആണ് കേട്ടോ. കാരണം ജിസേലിന്റെ പഴയ കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ആ ഒരു ജിസേലേ അല്ല ഇപ്പോൾ ഉള്ള ജിസേൽ. അപ്പൊ എന്തൊക്കെയോ പ്ലാസ്റ്റിക് സർജറി, എന്തൊക്കെയോ കൃത്രിമമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ ഉള്ള ഈ ഒരു ജിസേലായിട്ട് മാറിയിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാലും ആള് കൊള്ളാം. ആളുടെ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ഒരു പാട്ടുണ്ടല്ലോ, കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ആ ഒരു പാട്ട് ജിസേല് പാടുന്ന കേൾക്കാൻ സത്യം പറഞ്ഞ രസമൊക്കെയാണ്. എന്തായാലും ഇനി ഗ്രാൻഡ് ഫിനാലേക്ക് ഈ എവിക്റ്റ് ആയി പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തും. ഇനിയിപ്പോ എന്തൊക്കെയാണോ നടക്കുന്നത്, ആര്യനുമായിട്ടുള്ള കുൽസിതങ്ങളൊക്കെ വീണ്ടും നടക്കുമെന്ന് അറിയില്ല. എന്തായാലും കണ്ട് തന്നെ അറിയണം.